ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ധ്യാനിക്കുന്ന ദിവസങ്ങളിലായിരുന്നു നമ്മളൊക്കെ. ഇന്ന് ഓശാന ഞായർ. കർത്താവ് തന്നെ ഇല്ലാതാക്കി സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് കഴുതപ്പുറത്ത് എളിമയുടെ അടയാളമായി മാതൃകയായി ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു നിമിഷം. ജനങ്ങൾ ആർത്തിരമ്പുന്നുണ്ട് ഹോസാന എന്ന് പറഞ്ഞുകൊണ്ട്. രാജാവായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള ജനങ്ങളുടെ തത്രപ്പാട്. എളിമപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു രാജാവിനെ നമ്മൾ കാണുകയാണ്. കഴുതപ്പുറത്ത് പോകുന്ന ക്രിസ്തുവിനെ ജനം ആഘോഷപൂർവമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് ഹോസാന എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. കഴുതപ്പുറത്ത് പോകുന്ന ക്രിസ്തു ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇതേ രീതിയിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന കഴുതകളായിട്ട് മാറണം. യേശുവിനെ കൊണ്ടു നടക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറണം. ഇതാണല്ലോ ഓശാന എനിക്കും നിനക്കും കാണിച്ചു തരുന്നൊരു മാതൃക. ഞാനൊന്ന് മറിച്ച് ചിന്തിക്കുകയാണ്. എന്നാണ് നമുക്ക് കഴുതപ്പുറത്തിരിക്കുന്ന ക്രിസ്തുവാകാൻ സാധിക്കുക? എൻ്റെ വിളി എന്ന് പറയുന്നത് കഴുതയാകാനുള്ളതല്ല, അതിനും അപ്പുറത്തേക്ക് കഴുതപ്പുറത്തിരിക്കുന്ന ക്രിസ്തുവാകാനുള്ള വിളിയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി എന്ന് പറയുന്നത് ക്രിസ്തു മനോഭാവത്തിൽ വളരുവാനാണ്. ക്രിസ്തു എപ്രകാരം വെളിമപ്പെട്ടുവോ, ക്രിസ്തു എപ്രകാരം ശൂന്യവൽക്കരിക്കപ്പെട്ടുവോ, ക്രിസ്തു എപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചുവോ, അതേ രീതിയിൽ ഞാനും ഇറങ്ങിത്തിരിക്കുവാൻ, എളിമപ്പെടുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ വഹിക്കുന്ന കഴുതകളല്ല നമ്മളാകേണ്ടത്, മറിച്ച് കഴുതപ്പുറത്തിരിക്കുന്ന ഒരു ക്രിസ്തുവാകുവാനുള്ള വിളിയാണ്. ആ ക്രിസ്തു മനോഭാവത്തിൽ വളരാനുള്ള ചിന്തയാണ് ഈ ഓശാന ഞായർ. അപ്പോൾ ഓരോ ദിവസവും ഹോസാന എന്ന് വിളിക്കപ്പെടുമ്പോൾ, ദൈവമേ ഞാൻ രക്ഷിക്കണമേ എന്ന് വിളിക്കപ്പെടുമ്പോൾ, ഞാനും നീയും ആഗ്രഹിക്കേണ്ടത് ക്രിസ്തുവാകാനുള്ള ഒരു വിളിക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്തു മനോഭാവത്തിൽ വളരുവാൻ. എപ്രകാരം ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, എപ്രകാരം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചു, അതേ രീതിയിൽ ഞാനും നീയും മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാകുവാൻ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ നിന്റെ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതത്തെ പോലെ മാതൃകയായിട്ട് മാറണം. അതുകൊണ്ട് ഈ ഓശാന ഞായർ കഴുതിയാകാനല്ല, മറിച്ച് കഴുതപ്പുറത്തിരിക്കുന്ന ക്രിസ്തുവാകാനുള്ള വിളിയാണുള്ള ബോധ്യം എനിക്കും നിനക്കുണ്ടാകണം. അപ്പം എല്ലാവർക്കും ഈ ഓശാനയുടെ മംഗളാശംസകൾ നേരുകയാണ്. ക്രിസ്തു മനോഭാവത്തിൽ വളരാൻ വേണ്ട കൃപകൾ ദൈവം നമുക്ക് സമൃദ്ധമായി നൽകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.